അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് വരട്ട് ഉണ്ടാക്കിയാലോ. ഇത് നമ്മുടെ ഉളുഹിയത്തിൻ്റെ ഇറച്ചിയാണ് കേട്ടോ, പെരുന്നാളത്തെ. അപ്പോൾ അത് കുറച്ച് ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ ഞാൻ ഇന്ന് ബീഫ് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ എപ്പോഴും ഒരു ഇതാണ് വെറും ചോറും അതുപോലെ കുമ്പളങ്ങ കറിയും അതുപോലെ ബീഫ് വരട്ടും എന്ന് എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും അത് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് അങ്ങനെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നല്ല ബീഫ് വരട്ടുണ്ടാക്കാൻ പോവാണ് കേട്ടോ ഞാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ബീഫ് നന്നായിട്ട് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തത് പിന്നെ മല്ലിപ്പൊടിയാണ് കേട്ടോ. 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ മല്ലിപ്പൊടി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ കുറച്ച് മല്ലി ഉണ്ടായിരുന്നു, അത് കഴുകി വറുത്ത് പൊടിച്ചെടുത്താണ് കേട്ടോ. കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം കൂടെ കൂട്ടിയിട്ട് പൊടിച്ചെടുത്താണ് കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് ചേർക്കാൻ പോകുന്നത് പച്ചമുളകാണ് കേട്ടോ. പച്ചമുളക് ഇവിടെ തന്നെ ഉണ്ടായതാണ് കേട്ടോ. അത് ഞാൻ പുറത്തുനിന്ന് ഇപ്പോൾ പച്ചമുളക് വാങ്ങിക്കാറില്ല. ഇതും ഇവിടെ പിന്നെ നട്ട് പിടിപ്പിച്ചതാണ് കേട്ടോ. കടയിൽ നിന്ന് കൊണ്ടുവരുന്ന ചുവന്ന മുളക് അതിൻ്റെ വിത്ത് പാകി പിന്നെ തൈയായി വന്ന് അതിലുണ്ടായതാണ് കേട്ടോ. ഇതിൽ ഈ പച്ചമുളക് അങ്ങനെ നട്ട് പിടിപ്പിച്ചാണ്. കുറേ തൈകളുണ്ട്. അപ്പോൾ ഞാൻ ആവശ്യത്തിന് പച്ചമുളകൊക്കെ അതിൽ നിന്ന് പറിക്കാറാണ്, പച്ചമുളക് വാങ്ങിക്കാറില്ല. അപ്പോൾ ഇത്രയും ഇതിലേക്ക് ചേർക്കുന്നു. പിന്നെ ഇനി ഞാൻ ചേർക്കാൻ പോകുന്ന ചേരുവ ബീഫിലേക്ക് സ്പെഷ്യലായിട്ട് ചേർക്കുന്ന ചേരുവയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് വലിയ ഉള്ളി ചേർക്കുന്നില്ല, പകരം ചെറിയ ഉള്ളിയാണ് കേട്ടോ ചേർക്കുന്നത്. ചെറിയ ഉള്ളി പിന്നെ നമുക്ക് നന്നായി ചതച്ചെടുത്ത് ചേർക്കാറുണ്ട്. അതുപോലെ ഈ 2 വലിപ്പത്തിലുള്ള പിന്നെ 2 കഷ്ണം ഇഞ്ചി ചതച്ചെടുത്ത് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 5-6 അല്ലി 6-7 അല്ലി വെളുത്തുള്ളിയും ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും ഞാൻ കഴുകി വെച്ചതാണ് കേട്ടോ ഇതിൽ. ഇനി ഇത് ഒന്ന് ചതക്കണം. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചതക്കാതെ ബീഫിലേക്ക് ഇട്ട് കൊടുത്താലും ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് സമയമില്ലെങ്കിൽ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം. ഞാൻ അധികവും അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. ഇഞ്ചിയും പിന്നെ പച്ചമുളകും അതുപോലെ തന്നെ വലിയ ജീരകം കുറച്ച് ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്. അത് 3ഉം കൂടെ ഞാൻ എന്ത് ചെയ്യും, ഇടികല്ലിലിട്ടിട്ട് ഒന്ന് കുത്തിയെടുക്കും കേട്ടോ. അത് പിന്നെ കുത്തിയെടുത്തിട്ട് അതും ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കും. പിന്നെ അതുപോലെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും, പിന്നെ നമ്മൾ ബീഫിലേക്കൊക്കെ ഇറച്ചിയിലേക്കൊക്കെ ഇട്ട് കൊടുക്കുന്ന ഒരു ഇലയില്ലേ, ഒരു സ്പെഷ്യൽ ഇല, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ചേർക്കുമ്പോൾ. അപ്പോൾ ഞാൻ ഇടികല്ലിൽ, ഇതാണ് കേട്ടോ എൻ്റെ ഇടികല്ല്. ഞാനിതിൽ പച്ചമുളകും അതുപോലെ ഇഞ്ചിയും കുറച്ച് ജീരകം ഇട്ടിട്ടുണ്ട് കേട്ടോ. ജീരകം ഇട്ടിട്ട് നന്നായിട്ട് ചതച്ചെടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ചതച്ചിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇറച്ചിയിലേക്കും അതുപോലെ ചിക്കനിലേക്കൊക്കെ. അപ്പോൾ ചിക്കനിലേക്കാണെങ്കിൽ ഞാൻ ചെറിയ ഉള്ളിയും ഇതുപോലെ ചതക്കാറുണ്ട്, പക്ഷെ ബീഫിലേക്ക് ചെറിയ ഉള്ളി ചതക്കാറില്ല കേട്ടോ. പച്ചമുളകിൻ്റെ ഒരു നല്ലൊരു ഗ്യാസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതുപോലെ ചതച്ചിട്ട് ഞാൻ അതിലേക്ക് ഇടാൻ പോവുകയാണ് കേട്ടോ. പച്ചമുളകും ഇഞ്ചിയും ചെറിയ ഉള്ളിയും നമുക്ക് സമയം കിട്ടണമെങ്കിൽ ഒന്ന് ഇതുപോലെ ചതക്കാം, അല്ലെങ്കിൽ നമുക്ക് അതുപോലെ ഇടാം കേട്ടോ. ഞാനിപ്പോൾ ഇന്ന് സമയമില്ലാത്തതുകൊണ്ട് ചെറിയ ഉള്ളി അതുപോലെ ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും ചതച്ചത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി അടുത്തത് ഞാൻ ഇടുന്നത്, ഇത് നമ്മൾ കുക്കറിൽ ഒറ്റ അടിക്ക് വേവിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ ഇനി ഞാൻ ഇടാൻ പോകുന്നത് ചെറിയ ഉള്ളിയാണ് കേട്ടോ. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഞാൻ ചതക്കാതെ അതുപോലെ ഇട്ട് കൊടുക്കണം കേട്ടോ. ചതക്കാൻ ടൈമൊന്നും വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് നമുക്ക് കുക്കർ ഒരു 5-6 വിസിലടിക്കുമ്പോഴേക്കും നമുക്ക് ബീഫ് കറി റെഡി ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഞാൻ കറിവേപ്പിലയും അതുപോലെ പിന്നെ ഞാൻ ഇടുന്ന ഒരു ഇല ഉണ്ടല്ലോ, അതും കൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പം അതും കൂടെ കാണിച്ചു തരാം. അടുത്തതായി ഞാൻ ചേർക്കുന്ന ഒരു ചേരുവ കറിവേപ്പിലയാണ് കേട്ടോ. കറിവേപ്പിലയും ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ഇല എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ.
ഇത് പിന്നെ നമ്മൾ നാട്ടുമ്പുറങ്ങളിലൊക്കെ കാണുന്ന ഒരു നീളത്തിലുള്ള ഒരു ഓലയാണ്. ഇത് നമ്മൾ ഇറച്ചിയിലേക്കും ചിക്കനിലേക്കും ഒക്കെ ഇടാറുണ്ട്. കടയിൽ നിന്ന് വാങ്ങുന്ന മല്ലിച്ചപ്പൊന്നും വീട്ടിലില്ലെങ്കിൽ, അല്ലെങ്കിൽ അതൊക്കെ വിഷം അടിച്ചതാണല്ലോ, അപ്പോൾ നമുക്കതിനേക്കാളും ഏറ്റവും ബെറ്ററായിട്ട് ഉള്ളത് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് കഴുകിയിട്ട് അതിടാം. അപ്പം എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഇതാണ് ഇടുന്നത് കേട്ടോ. ഇതും അതുപോലെ കറിവേപ്പിലയും ഇടുന്നതാണ് കേട്ടോ. അപ്പം ഇതിങ്ങനെ കഷ്ണമായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ചെറിയ കഷ്ണമായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ബീഫിന് എന്തായാലും നമ്മൾ ചിക്കനേക്കാളും നല്ല വേവുണ്ടല്ലോ. അപ്പോൾ ഈ ഇലയൊന്നും നമ്മൾ കാണില്ല, അതിലലിഞ്ഞ് ചേരും ഇലയൊക്കെ കേട്ടോ. പിന്നെ അതുപോലെ ഞാൻ ഇല എടുത്തപ്പോൾ കുറച്ച് ചളിയുണ്ട്. അപ്പോൾ ഞാനതൊന്നും കൂടി കഴുകുകയാണ് കേട്ടോ. അത് നിലത്ത് തന്നെയാണല്ലോ, അത് അധികം ഉയരത്തിൽ പോകുന്നൊരു ചെടിയല്ല ഇത്. അപ്പോൾ മഴ പെയ്തിട്ട് അതിൻ്റെ ചളിയൊക്കെ ഇതിലുണ്ട്. അപ്പോൾ ഞാനത് ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഓക്കെ. പിന്നെ നമ്മുടെ കറിവേപ്പിലയാണ് കേട്ടോ. കറിവേപ്പില നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഇതും നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ് കേട്ടോ. ഇത് ഞാൻ ഒന്നിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇടാനുള്ളത് ഉപ്പാണ് കേട്ടോ. അപ്പോൾ ഉപ്പ് നമുക്ക് പാകത്തിന് ഇട്ട് കൊടുക്കാം. ഉപ്പിൻ്റെ കുപ്പി എപ്പോഴും ഉപ്പ് എപ്പോഴും നമ്മൾ ഒരു പൊട്ടുന്ന ഗ്ലാസിൻ്റെ ബോട്ടിൽ ആക്കി വെക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പം അങ്ങനെയാണല്ലോ പറയാറുള്ളത്. ഉപ്പ് എപ്പോഴും ഗ്ലാസ് ബോട്ടിൽ ആക്കി വെക്കണമെന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഞാൻ അതിന് കുറച്ച് ഉപ്പ് എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ സാധാരണ ഇറച്ചിയും ചിക്കനും അതുപോലെ അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ കറി പൗഡറുകളോ അല്ലെങ്കിൽ അങ്ങനെ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഒന്നും ഉപയോഗിക്കാറില്ല കേട്ടോ. ഞാൻ എൻ്റെ മസാലക്കൂട്ടുകൾ തന്നെയാണ് ഇടാറുള്ളത് കേട്ടോ. എല്ലാ മസാലയും ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കും കേട്ടോ. അപ്പോൾ ഉപ്പ് നമുക്കൊരു ഏകദേശം ഒരു പാകത്തിന് ഇട്ടാൽ മതി. പിന്നെ ഇല്ലെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ചൊരു ഒരു ടീസ്പൂൺ മൊത്തമല്ല, ഇത് ടീസ്പൂണല്ല, ഈ സ്പൂൺ കുറച്ച് വലിയ സ്പൂണാണ്. ഇതിലിങ്ങനെ ഈ ടൈപ്പിലൊരു 3 പ്രാവശ്യം ഇത്രയും ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചധികം ഇറച്ചിയുണ്ട്, 1 കിലോ ഇറച്ചിയേക്കാൾ കൂടുതൽ ഇറച്ചി ഇതുണ്ട് കേട്ടോ, ബീഫ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചധികം സാധാരണത്തേക്കാൾ കൂടുതൽ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ഇല്ലെങ്കിൽ നമുക്കപ്പം ചേർത്ത് കൊടുക്കാം കേട്ടോ, അധികം ആവണ്ട എന്തായാലും. അപ്പോൾ ഞാൻ ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി ഇപ്പോൾ ഞാനിതിൽ വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. ഇറച്ചി കഴുകി വെച്ച അധിക സമയം വാരാൻ വെച്ചിട്ടുമില്ല, കഴുകി അതേപോലെ വെച്ചതാണ് കേട്ടോ. ഞാൻ കുറച്ച് അധികം ഇറച്ചിയുള്ളതുകൊണ്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് വരട്ടായിട്ട് ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അധികം ഒഴിച്ചു കൊടുക്കണ്ട. ഇനി ഇതിൽ നെയ്യൊക്കെ ഉരുകി വെള്ളമായിട്ട് മാറും. വരട്ടുന്ന കുറച്ച് കറിയും വേണം കേട്ടോ. അപ്പം നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് എടുക്കുന്നില്ല, കുറച്ച് കറിയോട് കൂടിയിട്ടുള്ള ബീഫാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യണം കേട്ടോ ഞാൻ. അപ്പോൾ ജീരകം എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ, എല്ലാം ചതച്ചിട്ടു. പിന്നെ മല്ലിപ്പൊടി അതുപോലെ മുളക് പൊടി അതുപോലെ ഞാൻ വീട്ടിൽ തന്നെ ഉണക്കി പൊടിപ്പിക്കുന്നതാണ് കേട്ടോ. ഒരു പ്രത്യേക റേഷ്യോയിൽ കാശ്മീരി മുളകും അതുപോലെ സാധാ മുളകും കൂടെ എടുത്തിട്ട് കഴുകി ഉണക്കി പൊടിപ്പിക്കുന്നതാണ് കേട്ടോ മുളക് പൊടി. എനിക്ക് അതന്നെ വേണം, വാങ്ങുന്ന മുളക് പൊടിയൊന്നും എനിക്ക് പറ്റില്ല കേട്ടോ. അപ്പോൾ ഇത് നല്ല കളറും കിട്ടും, അതുപോലെ അത്യാവശ്യം വലിയ കുത്തുന്ന എരിവില്ലെങ്കിലും നല്ലൊരു എരിവും നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതിന് പകരം ഞാൻ എന്ത് ചെയ്തു, ഇനി അത് ഒന്നും കൂടി പച്ചമുളകും കൂടെ ചേർത്തു കേട്ടോ. കുറച്ച് മുളക് പൊടിയും കുറച്ച് പച്ചമുളകും കൂടി ചേർക്കുമ്പോൾ 2-3 പച്ചമുളകാണ് ഞാൻ ചേർത്തത് കേട്ടോ. എരിവുള്ള പച്ചമുളക് തന്നെയാണ്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് ഞാൻ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിൽ അടി പിടിക്കുമെന്നൊരു സംശയമുണ്ട്, കുറച്ചധികം ഇറച്ചിയുള്ളത് കൊണ്ടാണ് കേട്ടോ. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, കുറച്ച് കറി വേണമെങ്കിൽ കേട്ടോ. അപ്പം അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് ഉപ്പ് കുറവുണ്ടോ? ഉപ്പുണ്ട്.
അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി ചേർക്കാൻ പോകുന്നത് ഒരു പ്രത്യേക ചേരുവയാണ് കേട്ടോ. ഇത് എൻ്റെ മസാലപ്പൊടിയാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയ മസാലപ്പൊടി കേട്ടോ. അറബിക് മസാല എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന്, എൻ്റെ ഇത് കഴിയാറായി. ഇറച്ചിയിലേക്കൊക്കെ ഇടാൻ പറ്റും. അതുപോലെ നമ്മൾ ബിരിയാണി വെക്കുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് ചേർക്കാൻ പറ്റും. കബ്സൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് ചേർക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് ഞാൻ പിന്നെ ഒരിക്കൽ വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് ഒരു 1/2 സ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് കുറച്ച് വലിയ സ്പൂണാണ്, അതുകൊണ്ട് ഇതിന് ഞാൻ കുറച്ച് ചേർക്കുന്നുള്ളൂ കേട്ടോ. കുറച്ച് ചേർത്താൽ തന്നെ നല്ല ഇതാണ്. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ചധികം ചേർക്കാം. ഇപ്പോൾ ബീഫിലേക്ക് ഞാൻ ബീഫിൻ്റെ ഒരു നാടൻ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 6 വിസിൽ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത് ഒരു നുള്ള് കുരുമുളക് പൊടിയാണ് കേട്ടോ. കുരുമുളക് ഒരു നുള്ള് ഇട്ടെടുത്തത്, ഒരു 1/4 ടീസ്പൂണാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. അത് പിന്നെ ഇടുന്നത് കാണിക്കാൻ മറന്നു കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ കുരുമുളക് കഴുകി ഉണക്കി വീട്ടിൽ തന്നെ മിക്സിയിൽ പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലൊരു 1/4 കപ്പ് കുറച്ച് വെള്ളം ആണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്ത 1/4 കപ്പ് വെള്ളം. അതിൽ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല, കണ്ടില്ലേ. ഇതാണ് കേട്ടോ വെള്ളം. ബീഫിൻ്റെ മേലൊന്നും വെള്ളം നിൽക്കുന്നില്ല കേട്ടോ. കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ വെള്ളത്തിൽ കിടന്നിട്ട് ബീഫ് വേവണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് കുക്കർ അടച്ച് വെക്കാം കേട്ടോ. ഈ കുക്കർ അടച്ച് വെക്കാൻ കുറച്ച് പണിയാണ് കേട്ടോ. അതിൻ്റെ ഈ സൈഡ് ഒന്ന് അമർത്തി കൊടുത്താൽ ഇത് അടക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, ഞാൻ അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓൺ ചെയ്യാം കേട്ടോ. കുക്കർ അടച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് ഗ്യാസ് ഓൺ ചെയ്യാം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെക്കുന്നത്. ഒരു വിസിൽ അടിച്ചതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഒരു വിസിൽ അടിക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കുക്കർ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഗ്യാസ്. എന്നിട്ട് ഒരു 5 വിസിലും കൂടെ അടിച്ചാൽ ഏകദേശം നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിനി ബീഫ് റെഡി ആയതിനു ശേഷം കാണിച്ചു തരാം കേട്ടോ. ഇതാ നമ്മുടെ കുക്കർ 4ാമത്തെ വിസിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുക്കർ വെച്ചിട്ട് 15 മിനിറ്റ് ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോഴേക്ക് 4ാമത്തെ വിസിലടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ നെയ്യപ്പം. ഇത് അടുത്ത വീട്ടിലെ കുട്ടി കൊണ്ടുവന്ന് വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ചോറ് വിസിലടിച്ചത് കേട്ടോ. അതിന് കറുമുറുണ്ട് കേട്ടോ. അതിന് കറുമുറില്ല. അപ്പോൾ ഇതാണ് നെയ്യപ്പം കേട്ടോ. ഞാനതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിലാണ് കുക്കർ വിസിലടിച്ചത് കേട്ടോ ചോറ്. അപ്പോൾ ഞാൻ ചോറ്, അപ്പോൾ നമ്മുടെ കുക്കർ 6 വിസിലടിച്ചു കഴിഞ്ഞ് ഞാൻ ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ അതിൽ ബീഫ് കറി റെഡി ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കറി കുറച്ച് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ള ബീഫ് ഒരു ഇരുമ്പിൻ്റെ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് 2 ഇല്ലി കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് ബീഫും കൂടെ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ. ബീഫാണ് ഇത് കേട്ടോ. രുചിയൂറും ബീഫ് വരട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കേട്ടോ. അടിപൊളി ബീഫാണ് കേട്ടോ ഇത്. എല്ലാവരും കഴിച്ചു നോക്കണേ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, കമൻ്റ് അയക്കണം കേട്ടോ. ഓക്കെ, വീണ്ടും കാണാം.